പണ്ട് അപ്ലൈ ചെയ്തതിൻ്റെ ഒരു 10% മാത്രമേ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ വളരെ സ്പെസിഫിക് ആണ്. സ്പോൺസർഷിപ്പ് തരാൻ പറ്റുന്ന വേക്കൻസീസ് മാത്രം അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനി ഒരു ട്രയൽ പീരീഡിന് പോലുമുള്ള സമയം ബാക്കിയില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആണ്. പിന്നെ ലണ്ടൻ സൈഡിലേക്ക് നോക്കി സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതും അതുപോലെ ഡിഗ്രി ലെവൽ ആവാനുള്ള പറ്റുന്ന ജോബ്സൊക്കെ സെർച്ച് ചെയ്തിട്ട് അവിടുത്തെ കോണ്ടാക്ട് പേഴ്സണിനോട് സ്പോൺസർഷിപ്പ് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പല റോളുകൾക്കും അവർക്ക് സ്പോൺസർ ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല നോൺ ക്ലിനിക്കലിൽ. എസ്പെഷ്യലി അവർ ഒരു ബാൻഡ് 7 ഓർ എബോവ് ആണ് ഇപ്പോൾ പറയുന്നത്. റീസെൻ്റ്ലി ഒരു ബാൻഡ് 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിലും അവർ ഇതേ കാരണം തന്നെയാണ് പറയുന്നത്. ക്ലിനിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോൺ ക്ലിനിക്കൽ ആണെങ്കിൽ അവർക്ക് ബാൻഡ് 7 തൊട്ട് എബോവ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് ഈ ട്രസ്റ്റിനെ നോക്കണ്ടാന്ന്. അങ്ങനെ തന്നെ പല ട്രസ്റ്റുകളും പറയുമ്പോൾ പിന്നെ അവിടെയൊന്നും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും മാക്സിമം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹോപ്പ് അത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം.